വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് മാസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ വീണ്ടും എൻ്റെ ചാനലുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ പ്ലാൻസും അതുമായി ബന്ധപ്പെട്ട ഫോട്ടോയൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പതിവായി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. ഇന്നും അതുപോലുള്ള ഒരു ഫോട്ടോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, സ്റ്റാൻഡ് വിത്ത് പോട്ട്. അപ്പോൾ ഇത് ഓൾറെഡി സ്റ്റാൻഡ് ഞാൻ ആക്കിക്കഴിഞ്ഞു. എന്തിനെ കൊണ്ടാണ് ഞാൻ ആക്കിയിട്ടുള്ളതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റിനെ കൊണ്ട് ഞാനിത് സ്റ്റാൻഡ് ആക്കിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ നേരത്തെ കാണിച്ച ആ ഒരു അടിവശം അത് മുകളിലാക്കി അതിൻ്റെ മുകളിൽ പോട്ട് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ മുകൾ ഭാഗം നമ്മൾ ഈ ചെയ്തിരിക്കുന്ന കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് റൗണ്ടിൽ മുറിച്ചിട്ട് ഭംഗിയായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ അതൊന്നും മെനക്കെടാതെ തൽക്കാലം എൻ്റെ ടേബിളിൻ്റെ മുകളിൽ അതിന് മാച്ചാവുന്ന രീതിയിലുള്ളൊരു മാറ്റ് ഉണ്ടായിരുന്നു. ആ മാറ്റ് എടുത്തിട്ട് അങ്ങോട്ട് വെക്കുകയാണ് ഞാൻ ചെയ്തത്. എന്തൊക്കെ എളുപ്പപ്പണിയുണ്ടോ അതൊക്കെ ചെയ്യുക, അതാണ് എൻ്റെ പരിപാടി. അല്ലാതെ കുറേ സമയമൊന്നും ഇതിനു വേണ്ടി ചിലവഴിക്കാറൊന്നുമില്ല. അങ്ങനെ ഞാൻ ആദ്യം അതിൻ്റെ മുകളിൽ ആ പോട്ട് വെച്ചപ്പോൾ എന്തോ ഒരു അഭംഗി എനിക്ക് തോന്നി. കാരണം ആ സ്റ്റാൻഡിന് ആ പോട്ട് അങ്ങോട്ട് മാച്ചാവുന്നില്ല. അപ്പോഴാണ് നമുക്ക് അതിന് മാച്ചായ ഒരു പോട്ടും കൂടെ ഏതായാലും ഉണ്ടാക്കിയെടുത്താലോ എന്ന് എനിക്ക് തോന്നിയത്. ആ സമയത്താണ് എന്നാലൊന്നത് വീഡിയോയും ആക്കിയേക്കാമെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റാൻഡ് ആക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ ഒരു വൈറ്റ് പോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. വൈറ്റ് വേണമെന്നില്ല, ബ്ലാക്ക് ആയാലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ വൈറ്റാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ആ വൈറ്റ് പോട്ട് എടുത്തത്. ഇനിയിപ്പോൾ ഈ ഒരു വൈറ്റ് പോട്ടിനെ അതിന് മാച്ചാവുന്ന രീതിയിൽ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പീസ് കൊണ്ടാണ് കേട്ടോ എൻ്റെ കളി മുഴുവൻ. സംഭവം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ലേ? നമ്മുടെ കാർഡ്ബോർഡ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ആ നേരിയ ആ ഒരു പീസ് നമ്മളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈന് പോലുള്ളൊരു ഭാഗം നമുക്ക് കിട്ടും. ഇത് വെച്ചിട്ടാണ് ഞാൻ ആ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം ഇപ്പം ഞാൻ ചെയ്യുന്നത് 5 സെൻറ്റിമീറ്റർ അളവിൽ നമ്മുടെ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്ത് പരിപാടി ചെയ്യുമ്പോഴും സ്കെയിലും പെൻസിലും കട്ടിങ്ങും ഒന്നും ഇല്ലാതെയൊന്നും എൻ്റെ കാര്യങ്ങൾ നടക്കൂല. അപ്പോൾ ഞാനിതാ കൃത്യമായിട്ട് വരഞ്ഞ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. എന്നാലാണ് നമുക്ക് അളവുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുക. അങ്ങനെ ഞാനതിൻ്റെ ആ ഒരു പീസുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ പോട്ടിന് ടോട്ടൽ എനിക്ക് 15 പീസാണ് വേണ്ടി വന്നിട്ടുള്ളത്. 5 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡ് പീസ് 15 എണ്ണമാണ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്ത് ഞാനിതാ എൻ്റെ കയ്യിൽ ഇതാ വെച്ചിട്ടുണ്ട്. ഇനി ഈ പീസിനെ നമ്മൾ എന്ത് ചെയ്യണം? നേരെ നമ്മുടെ ആ പോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം സിമ്പിൾ പരിപാടിയാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ലുക്കൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുമെങ്കിലും എല്ലാം കൂടി കുറച്ച് സമയത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. ഈ പീസുകൾ ഓരോന്നും ഇനി ഇതിലേക്ക് വെച്ച് ഒട്ടിക്കുകയാണ് വേണ്ടത്. ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മൊബൈലും കയ്യിൽ പിടിച്ച് ചെയ്യുന്നത് കൊണ്ട് എല്ലാം കൂടി എനിക്കങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്നില്ല. ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള പാർട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ സ്റ്റാൻഡില്ല. സ്റ്റാൻഡ് വെച്ചിട്ട് എനിക്കത് ഇനിയിപ്പോൾ ചെയ്യണത്രേ. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എല്ലാം ചെയ്യുമ്പം എടുക്കാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ നമ്മുടെ പോട്ട് മുഴുവനായിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അടിവശം ഇങ്ങനെയാണുള്ളത്. അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൗണ്ടിൽ മുറിച്ച് വെച്ച് ഭംഗിയാക്കാം. ഞാൻ ആ പരിപാടിയൊന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആരാ ഇപ്പോൾ അടിഭാഗമൊക്കെ അത് പൊക്കി നോക്കുന്നത്? ഇല്ലല്ലോ. അപ്പോൾ തൽക്കാലം അങ്ങനെയൊക്കെ കിടക്കട്ടേന്നേ. ഇനി ആ പോട്ടിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ ആ ഒട്ടിച്ച ഭാഗങ്ങളൊക്കെ അത്ര പെട്ടെന്ന് ആ ഒരു വൃത്തിയടക്കം മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ത്രെഡിനെ കൊണ്ട് അടുത്ത പരിപാടി നമുക്ക് ഒപ്പിക്കാം. ഈ ഒരു ത്രെഡ് ഫാൻസി കടകളിൽ പിന്നെ ത്രെഡ് ഹൗസിൽ അവിടെയൊക്കെ കിട്ടും കേട്ടോ. അതിനെ ഞാനിപ്പോൾ ആ ഒരു പോട്ടിൻ്റെ അളവിൽ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ ആ പോട്ടിൻ്റെ നീളത്തിന് കണക്കായിട്ട്. എന്നിട്ട് ഇതാ മുകളിൽ ഓരോന്നും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് കംപ്ലീറ്റ് ആദ്യം എല്ലാ ഭാഗത്തും മുകളിൽ കൃത്യമായി നമ്മൾ ആ ഒട്ടിച്ച ഗ്യാപ്പുകളിലൊക്കെ ഈ ഒരു
ത്രെഡ് വെച്ച് ഒട്ടിച്ചു. അതിനുശേഷം ഇനി ഇതേപോലെ നേരെ താഴേക്ക് കൊണ്ടുവന്നിട്ട് അവിടെയും നമ്മൾ ഒട്ടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഒട്ടിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇത് കംപ്ലീറ്റ് പൂർത്തിയാക്കിയതിന് ശേഷമുള്ള ആ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പരിപാടിയും കൂടി ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ചങ്ങല പോലെ ഇങ്ങനെ മെടഞ്ഞ് എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത്. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ അത് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അതായിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തോളാം. ഈ ഒരു രീതിയിൽ ഞാൻ ഈ ഒരു ചങ്ങല പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആ പോട്ടിൻ്റെ മുകളിലും താഴെയും ഒരു ബോർഡറായിട്ട് കൊടുക്കാം. ആ പോട്ടിൻ്റെ മുകളിലും താഴെ ഇതാ ഞാൻ പറഞ്ഞതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. ഞാൻ ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെയാണ് യൂസ് ചെയ്ത സാധനങ്ങൾ എന്ന് മനസ്സിലായാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ പോട്ടും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് ഈ പോട്ട് വെച്ച് ഇനി അതിൻ്റെ അകത്ത് ചെടിയൊക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇപ്പോഴെങ്ങനെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്? നമ്മുടെ വീടിൻ്റെ കോർണറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഒരു ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ്, അതേപോലെ ഹൈപ്പ് ബട്ടൺ, ഇതൊക്കെ നിങ്ങളും ഒന്ന് പ്രസ് ചെയ്ത് എൻ്റെ ഈ ഒരു ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ പ്ലാൻസും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളും ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ചാനലായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.